സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. 5 നിയമസഭാ മണ്ഡലങ്ങൾ. 2011 തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മഞ്ചേശ്വരവും UDF-നൊപ്പം നിന്നു. തൃക്കരിപ്പൂരും ഉദുമയും കാഞ്ഞങ്ങാടും LDF നേടി. സംസ്ഥാനത്ത് BJP 2ാം സ്ഥാനത്ത് വന്ന 3 മണ്ഡലങ്ങളിൽ 2ഉം കാസർഗോഡാണ്. ഇതൊക്കെ കൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന് പതിവിലേറെ വീറും വാശിയുമുണ്ട്. അല്പമൊരു ഇടതുപക്ഷ ചായ്വ് പുലർത്താറുണ്ടെങ്കിലും കാസർഗോഡ് ജില്ല ഒരു രാഷ്ട്രീയ കക്ഷിയോടും സമ്പൂർണ്ണ വിധേയത്വം കാണിക്കാറില്ല. CPM തന്നെയാണ് ജില്ലയിലെ പ്രബല രാഷ്ട്രീയ ശക്തി. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും BJPക്കും ജില്ലയിൽ ചില സ്വാധീന മേഖലകളുണ്ട്. കഴിഞ്ഞ കുറച്ചുകാലമായി 2 മണ്ഡലങ്ങളിൽ UDF-ഉം 3ഇടത്ത് LDF-ഉം വിജയിക്കുന്നതാണ് പൊതുചരിത്രം. 2006-ൽ ഈ പതിവിന് മാറ്റം വന്നു. അത്തവണ മഞ്ചേശ്വരത്ത് CPM സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ UDF കാസർകോട്ട് മാത്രമായി ചുരുങ്ങി. കാസർകോട്ട് ഇതുവരെ ലീഗ് സ്ഥാനാർത്ഥികൾ തോറ്റിട്ടില്ല. ഉദുമയിലും തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും കാൽനൂറ്റാണ്ടായി ഇടതുമുന്നണിയല്ലാതെ വിജയിച്ചിട്ടുമില്ല. 1987 ശേഷം കോൺഗ്രസ് ജില്ലയിൽ നിന്ന് നിയമസഭ കണ്ടിട്ടില്ലെന്നത് മറ്റൊരു ചരിത്രം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലും പൊതുവിൽ ഇടതുമുന്നണി തന്നെയാണ് മേൽക്കൈ നേടാറ്. 2005-ൽ മാത്രമാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് ജില്ലയിൽ മുൻതൂക്കം ലഭിച്ചത്. ഉദുമയിലും തൃക്കരിപ്പൂരും CPM-ഉം കാഞ്ഞങ്ങാട് CPI-യും കാസർഗോഡും മഞ്ചേശ്വരവും മുസ്ലിം ലീഗുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കേവലം 5 മണ്ഡലങ്ങൾ മാത്രമേയുള്ളൂവെങ്കിലും കാസർഗോഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് BJPയുടെ സാന്നിധ്യം കൊണ്ടാണ്. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരം. പലതവണ 2ാം സ്ഥാനത്തെത്തിയ മഞ്ചേശ്വരത്ത് നിന്ന് ഇത്തവണ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധയും ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തന്നെയാണ്. മഞ്ചേശ്വരത്ത് നിന്ന് BJP നിയമസഭയിലെത്തുമെന്ന് പലതവണ അവകാശപ്പെട്ടതുമാണ്. പക്ഷേ ഒരിക്കൽ പോലും BJPയെ വോട്ടർമാർ തുണച്ചില്ല. എന്നാൽ 1/4 നൂറ്റാണ്ടിലേറെയായി മഞ്ചേശ്വരത്തും ഒപ്പം കാസർകോട്ടും BJPക്കാണ് 2ാം സ്ഥാനം. ഇത്തവണ മഞ്ചേശ്വരം BJP വിജയിക്കുക തന്നെ ചെയ്യും. അതിനനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ അധികാരം, ആ അധികാരത്തിൽ ജനങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. മറ്റൊന്ന്, കേരളത്തിലെ UDF ഭരണത്തിലെ അഴിമതിയും അതുപോലെ തന്നെ അവരുടെ പക്ഷപാതപരമായിട്ടുള്ള സമീപനവുമൊക്കെ ഏറെ ജനങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അതിന് BJPക്ക് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. പിന്നെ LDF-ഉം UDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ ഒത്തുകളി, ആ ഒത്തുകളി അഴിമതിയുടെ കാര്യത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും അത് ജനങ്ങൾക്കിന്ന് കൂടുതൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും BJPക്ക് അനുകൂലമായിട്ട് പാകപ്പെട്ടു എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ട് BJPക്ക് ശക്തിയുള്ള ജില്ലയാണ്, ശക്തിയുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. സ്വാഭാവികമായിട്ടും ഇത്തവണ ഈ എല്ലാ അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷവും BJP പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജയിക്കും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടും മഞ്ചേശ്വരം താമരയെ തുണച്ചില്ല. മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖ് 5828 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ K. സുരേന്ദ്രനെ തോൽപ്പിച്ചത്. CPM സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയേക്കാൾ 9000-ഓളം വോട്ടുകൾ BJP അധികം നേടി. ഇക്കുറിയും വാശിയേറിയ പോരാട്ടത്തിനാണ് ഈ അതിർത്തി മണ്ഡലം സാക്ഷിയാകാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തെക്കുറിച്ച് ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടി വളരെ സജീവമാണ് ഇവിടെ. മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾക്ക് UDF ലീഡാണ്. പിന്നെ ഘടകകക്ഷികൾ തമ്മിൽ നല്ല ബന്ധമാണ്. പിന്നെ സീറ്റ് വിഭജന ചർച്ചകളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഞങ്ങൾ ഘടകകക്ഷികളുമായിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എല്ലാം വളരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുത്തത്. മാത്രമല്ല, ഭൂരിപക്ഷം പഞ്ചായത്തുകളും നമ്മൾ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ നോക്കിയാലും കാസർഗോഡ് ഇപ്പോൾ 8 പഞ്ചായത്തിൽ എത്ര പഞ്ചായത്ത് ഇവിടെ ഭരിക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് UDF-ന്റെ ശക്തി ദുർഗമാണ് ഈ മണ്ഡലം ലവലേശം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. BJPയും മുസ്ലിം ലീഗും കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥികളെ തന്നെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. CPM-ഉം ഇത്തവണ ശക്തമായ മത്സരമാണ് മഞ്ചേശ്വരത്ത് പ്രതീക്ഷിക്കുന്നത്. LDF 3ാം സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം 18,000 മാത്രമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിശ്ചയമായും BJP 2ാം സ്ഥാനത്തുണ്ട്. പക്ഷേ 3ാം സ്ഥാനത്തുള്ള LDF-ഉം
ഒന്നാം സ്ഥാനത്തുള്ള UDF തമ്മിലുള്ള വ്യത്യാസം 18,000 മാത്രമാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്കെതിരായി പൊതുവിൽ നല്ല വികാരം നാട്ടിലുണ്ട്. നിശ്ചയമായും അതിന് BJPയുടെ നയങ്ങളുടെ സംഭാവനയുണ്ട്. UDF ശിഥിലമാണ്. UDF സർക്കാരിനെതിരായും മഞ്ചേശ്വരം മണ്ഡലത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ വികസന മുന്നറിയിപ്പിനെതിരായി വലിയ പ്രതിഷേധ ജനങ്ങളുണ്ട്. അപ്പോൾ ആ നിലയിൽ മഞ്ചേശ്വരം കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം അവർ കമ്മിറ്റഡ് വോട്ടേഴ്സ് അല്ല. അപ്പം 20,000 ഞാൻ പറഞ്ഞു, 18,000 ഡിഫറൻസ്. അതൊരു 20,000 കണക്കെടുക്കാം. UDFനും ലഭിച്ച ഈ വോട്ടർമാരിൽ ഒരു വിഭാഗം LDFന് വോട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നില്ല. 2006 അങ്ങനെയല്ല. 2006 മഞ്ചേശ്വരം വിജയിക്കുമെന്ന് ആരാണ് പ്രതീക്ഷിച്ചിരുന്നത്? കാസർഗോഡും സമാനമായ ജനവിധിയാണുണ്ടായത്. മലപ്പുറത്തിനു പുറത്ത് മുസ്ലിം ലീഗിന്റെ മറ്റൊരു ഉരുക്കുകോട്ടയായി ഇവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എന്നെ നെല്ലിക്കുന്ന 9,738 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. BJPയിലെ ജയലക്ഷ്മി ഭട്ടായിരുന്നു 2ാം സ്ഥാനം. 3ാം സ്ഥാനത്തായ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല. LDF INLൽ നൽകിയ ഈ സീറ്റിൽ അവർക്ക് കേവലം 16,000 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. കാസർഗോഡ് ശരിയാണ്. കാസർഗോഡാണ് ഒരു 30,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. അത് സാധാരണഗതിയിൽ മറികടക്കാൻ വേണ്ടി കഴിയില്ല. അതും കാസർഗോഡ് നമുക്കറിയാം. ഇതെല്ലാം ആകുമ്പം ലീഗിൻ്റെ MLA കഴിഞ്ഞൊരു 10-35 ശതാബ്ദത്തിലേറെ കാലമായി തുടരുന്ന കാസർഗോഡ് ഒരു മാറ്റം പോലെ ജനങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ജനങ്ങളെ മനസ്സിലാഗ്രഹമുണ്ട്. അതും ഇപ്പം പറയാൻ വേണ്ടി പറ്റില്ല. ഇലക്ഷൻ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കി മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റൂ.